ഹലോ മക്കളെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇച്ചിരി നേരം വൈകിപ്പോയിടൂ, ക്ഷമിക്കേ. നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് നേരെ പോയത് വാഗമണ്ണിലേക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എഡിറ്റിങ്ങൊക്കെ കഴിച്ചു വെച്ചായിരുന്നു. പക്ഷേ എൻ്റെ മടി, മെയിനായിട്ട് വില്ലൻ അവൻ തന്നെയാണ്, മടി. അതെന്നെ സമ്മതിച്ചില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ വാഗമണ്ണിലേക്ക് യാത്ര തിരിക്കുമ്പോൾ തന്നെ ഏട്ടനും അച്ഛനും കൂടി ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരുന്നായിരുന്നു. പക്ഷേ എനിക്ക് സീറ്റില്ല. സോ ഞാൻ ബാക്ക് സീറ്റിൽ ഉറപ്പൊരിപ്പിച്ചു. കുഴപ്പമൊന്നുമില്ല. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവരെ പിടിച്ച് ബാക്കിലിട്ട് ഞാൻ മുന്നിൽ കയറിയിരുന്നു. എങ്ങനെ? അങ്ങനെ തന്നെ. ആരൊക്കെ ഉണ്ടോ ഫ്രണ്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ? എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെയല്ലേ. ഞാനും ആ കൂട്ടത്തിലാണ്ടോ. എനിക്ക് ഇപ്പോൾ തുടങ്ങിയതാണ് യാത്രയോടൊക്കെ ഭയങ്കര ക്രേസ്. അതിങ്ങനെ ഫീൽ ചെയ്യണം. എനിക്ക് കണ്ടാൽ മാത്രം പോരാ, ഫീൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ പല നിമിഷങ്ങളും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ മറന്ന പോലെ ഉണ്ട്. ഏട്ടൻ പറയും, എടി അതൊക്കെ ക്യാപ്ചർ ചെയ്യേ, അല്ലാണ്ട് പിന്നെ നീ എന്തിനാ വ്ളോഗ് ചെയ്യാൻ നിൽക്കുന്നത്? പക്ഷേ ഞാനത് എൻ്റെ മൈൻഡ് ഔട്ട് ആയി പോകും. പിന്നെയാണ് ഞാനത് സീൻ കഴിഞ്ഞതിന് ശേഷമാണ് ആലോചിക്കുക, അയ്യോ അത് ക്യാപ്ചർ ചെയ്തില്ലല്ലോ. നിങ്ങളിൽ എത്ര പേരുണ്ട് അങ്ങനെ? ഞാൻ ഫീൽ ചെയ്ത ഒരുപാട് നിമിഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് എപ്പോഴൊക്കെയോ കഴിയാണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒപ്പിയെടുക്കലുണ്ട്. മൈൻഡ് റിലാക്സ് ആവുന്നത് യാത്രയിലാണെന്ന് പണ്ടെപ്പോഴോ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഞാനും കേട്ടിട്ടുള്ളൂ. യാത്ര ഇഷ്ടപ്പെടുന്ന ഫാമിലി, അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ, നമ്മളെ മക്കൾ, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ, അവരൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഫീല് വേറെ അല്ലേ. നമ്മൾ പുറത്തൊന്നും പോവാണ്ട് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ആരായിട്ടും കോൺവെർസേഷൻ ഇല്ലാണ്ട് ഡിപ്രസ്ഡ് അടിച്ച് മൈൻഡ് ഔട്ടായി, പിന്നെ നമ്മൾ എനർജി ലോ ആയി കുറേ പേരുണ്ട് അല്ലേ. ഞാൻ പല വീഡിയോസിൻ്റെയും കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകാൻ പറ്റാണ്ട് വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്കിങ്ങനെ സങ്കടം തോന്നലുണ്ട്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൻ്റെ ചില ഘട്ടങ്ങളിൽ യാത്ര എന്ന് പറയുന്നത് എത്രയോ സ്വപ്ന ദൂരത്തായിരുന്നു. നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റില്ലപ്പ എന്നുള്ള രീതിയിലായിരുന്നു. ഇനി ഞാൻ കാണിച്ചു തരാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രെയിം. കണ്ടോ? നമ്മളെല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് വെച്ചെങ്കിലും ആ വീട്ടിന് പല മുക്കിലുമായിരിക്കും പലരും, അല്ലേ? എല്ലാവരുടെ കയ്യിലും, ഇപ്പം മക്കളുടെ കയ്യിലാണെങ്കിലും ഫോൺ ഉണ്ടായിരിക്കും. നമുക്കൊന്നും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ യാത്ര പോകുമ്പോൾ ഒരു വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോൾ ആ ഫാമിലി ബ്ലെൻഡ് ആവുമെന്ന് നമുക്ക് ആസ്വദിച്ചറിയാം, നമുക്ക് ഫീൽ ചെയ്യാം. അവരുടെ അടുത്തുള്ള സംസാരവും പാട്ട് വയ്ക്കുമ്പോൾ കൂടെ പാടുന്നതും ഫുഡ് ഷെയർ ചെയ്യുന്നതും അങ്ങനെ ഓരോരോ കാര്യങ്ങളും നിങ്ങൾക്കറിയാലോ. അച്ഛൻ മാഷിയും ലച്ചുവാണ് വെച്ചെങ്കിലും ഞാൻ ക്യാമറ പിടിച്ച് കഴിഞ്ഞാൽ അവരെ മൂന്നാളും ആക്റ്റീവാണ്. ക്യാമറ ഓഫായി കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റണ്ടാണ്, അത് വേറെ കാര്യം. പക്ഷെ മക്കളല്ലേ, അവർ എൻജോയ് ചെയ്യട്ടെ, അല്ലേ? ഈ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ ഫീൽ ചെയ്ത് നമ്മുടെ പല കാര്യങ്ങളും മറന്നു പോകുന്നവരുണ്ട്. ഫീൽ ഗുഡാണ് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ യാത്ര ചെയ്യണമെങ്കിൽ ആ സന്തോഷം ബൂസ്റ്റപ്പ് ചെയ്യാൻ യാത്രയെ കൊണ്ട് പറ്റും. നമ്മൾ സങ്കടത്തിലാണ് വെച്ചെങ്കിൽ ആ സങ്കടത്തെ മായ്ച്ച് കളയാനും യാത്രയെ കൊണ്ട് പറ്റും, ഇല്ലേ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? അനുഭവങ്ങളൊക്കെ കമൻ്റായിട്ട് പോരട്ടെ കേട്ടോ. എന്താ ചെയ്യുക, നമ്മളെ സംസാരം എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നാക്കുടക്കുന്നുള്ളൂ. എന്താ ചെയ്യുക? എന്താ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്? നമ്മുടെ മനസ്സിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഈ യാത്രയാണ്. അതും നമുക്കിഷ്ടപ്പെട്ട വ്യക്തികളോടൊപ്പം നല്ല നിമിഷങ്ങളായിരിക്കണം. ചിലർക്ക് സോളോ അടിക്കാനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പലരും സോളോ അടിക്കുന്നതൊക്കെ. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എങ്ങനെ ഇപ്പോൾ അവർ ഇതൊക്കെ ഇങ്ങനെ സഹിക്കുന്നത്, എങ്ങനെ അത് ഓക്കെ, അവർക്കത് കഴിയുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒപ്പം ആരെങ്കിലുമൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് എൻ്റെ അമ്മ, എൻ്റെ കെട്ടിയവൻ, എൻ്റെ ബ്രദർ, എൻ്റെ നാത്തൂൻ, അങ്ങനെ മക്കൾസ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒപ്പം ഉണ്ടെച്ചെങ്കിൽ ഞാൻ
പെട്ടെന്ന് റിക്കവറാവും. എന്ത് തന്നെയാണോ വെച്ചെങ്കിൽ ചില കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര തകർന്ന് തരിപ്പണമാവും. അതങ്ങനെയാണ്. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? എന്തൊക്കെയോ ഞാൻ പറയുന്നത് മൈക്ക് കിട്ടി കഴിഞ്ഞാൽ എൻ്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളത് വല്ലാണ്ട് മനസ്സിലേക്ക് എടുക്കേണ്ട. ചില കാര്യങ്ങൾ വിട്ട് കളയുക. ചില പൊട്ടത്തരങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്ട് മായ്ച്ച് കളയുക. എന്താല്ലേ, നിങ്ങളെ കൊണ്ടല്ലേ അതൊക്കെ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് കേട്ടിരിക്കാനും വേണം ക്ഷമ, അല്ലേ? നമ്മളെ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം എനിക്കൊക്കെ ഭയങ്കര എന്താ പറയുക, പല വേർഡ്സും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളും കണക്ട് ചെയ്ത് പറയാൻ കഴിയാണ്ട് വന്നിരുന്നു. ഇപ്പം ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ടൊന്നുമല്ല ഞാൻ സംസാരിക്കില്ല. എവിടേക്കെങ്കിലുമൊക്കെ നോക്കും, എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അതൊക്കെയാണ് എൻ്റെ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സന്തോഷങ്ങൾ. ആരുടെയെങ്കിലും ഇൻട്രാക്ട് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമ്മൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം, അല്ലേ? അങ്ങനെയല്ലേ ആയിരിക്കേണ്ടത്. അപ്പോൾ ഈ യാത്രേനെ കുറിച്ച് പറയാം. നമ്മളിത് റൂട്ട് മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് വെച്ചെങ്കിലും പല റൂട്ടിലും നമ്മൾ തെറ്റിപ്പോന്നിട്ടുണ്ട്, വഴി തെറ്റിയിട്ടുണ്ട്. അതന്നെ, വഴി തെറ്റി കുറേ കാട്ടുകൂടിയും വീട്ടുകൂടിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ആ ഭാഗങ്ങളൊക്കെ ഈ ലോകത്തിൽ ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു നമുക്ക് തന്ന ട്രീറ്റ്. വേറെ ലെവലിൽ മക്കളെ. കാരണം ചുറ്റും പച്ചപ്പ്, മേഘം ഇരുണ്ട് കൂടി നിൽക്കുക, മഴ പെയ്യോ ഇല്ല, തണുപ്പുണ്ടോ തണുപ്പുണ്ട്, നല്ല വെയിലുണ്ട്. എന്നാൽ നമ്മളൊക്കെ ആ വെയിൽ ചൂടേൽക്കുന്നില്ല. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് അടിപൊളിയല്ലേ? ഞാൻ ഈ പറഞ്ഞപ്പോൾ നിങ്ങൾക്കും പോകണം തോന്നിയില്ലേ? ഇനി ഞങ്ങളെ ഗ്രൂപ്പ് സോങ് ആയാലോ? ഒരു ഗ്രൂപ്പ് സോങ് ഞങ്ങൾ തട്ടിക്കൂട്ടിയിട്ടുണ്ടേ, ഒന്ന് കേട്ടിട്ട് വരാം, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? കണ്ടോ കേട്ടോ. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരമാവിൻ ചാഞ്ഞിരുന്നാട്ടേ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ് ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമാ പകലിലെ വഴികളിൽ വെയിലു പോലയുവാ മുറ്റത്തൊരു കോണിൽ പച്ചപ്പനമ്പായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം മുത്തുക്കലമാനെ തെറ്റിപ്പിണങ്ങാതെ മുത്തമിഴിയോടെ ഞാനിരിക്കാം ഒരു ദളം പോലെ ഇരുമനം ചേരും മണിക്കുഞ്ഞോളങ്ങൾ മഴവില്ലായി മാറും ഇമച്ചിമ്മാവാനം ഇതു കണ്ടേ നിൽക്കും മണിക്കുടിലിൻ ചുമരുകളിൽ നിറം കുടഞ്ഞൊന്നു ചിരിക്കും എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്. അങ്ങനെ നിങ്ങളെ ഗ്രൂപ്പ് സോങ്ങൊക്കെ കണ്ടു കഴിഞ്ഞു വന്നല്ലോ. ഇനി ഞങ്ങളുടെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് തകൃതിയാകാൻ പോവുകയാണ്. ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്ന് ആരും മനസ്സിലാക്കിയില്ല, പാവങ്ങൾ. അമ്മ ഫോട്ടോ ആണെന്ന് വെച്ചിട്ട് നല്ല കുട്ടിയായിട്ട് വന്ന് നിൽക്കാനൊക്കെ നോക്കിയിട്ടോ. അച്ചുവിനെയും ലച്ചുവിനെയും വിളിച്ചപ്പോൾ ലച്ചു വന്ന് ഓടി വന്ന് ഷോൾഡർമ തൂങ്ങി. പിന്നെയാണ് അവൾക്ക് മനസ്സിലായത്, അയ്യടാ ഇത് വീഡിയോ ആണ് എന്ന്. പിന്നെ അവൾ ചിരിച്ചു നിൽക്കാനൊക്കെ നോക്കി. അമ്മേ പണി തന്നൂലേ എന്നാണ് അവളുടെ ആ മുഖഭാവം. കുറച്ച് നേരം ഞങ്ങളുടെ ഈ പ്രസനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയും ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് കയറി പോകുന്നത്. നല്ലൊരു സീനറി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിങ്ങനെ
വീഡിയോ അവിടെയും ഇവിടെയും പിടിച്ചൊക്കെ റെക്കോർഡ് ചെയ്യും. ഏട്ടൻ പറയും സൂക്ഷിച്ചോ, അവളുടെ കയ്യിലാണ് ഫോണ്. അളിയനോട് പറയുന്ന ഡയലോഗ്, ഇനി ഇവിടെ ഞാൻ സംസാരിച്ചാൽ ശരിയാവില്ല, നിങ്ങൾക്കൊരു സോങ് ആഡ് ചെയ്തിട്ട് തരാം, ഈ സീനറിയൊക്കെ ആസ്വദിച്ച് പോയോ, എന്നിട്ട് ഞാൻ സംസാരിക്കാം. അപ്പോൾ ഇനി എൻ്റെ വീഴം ഈ സീനിനെ പറ്റിയിട്ട് ഞാൻ പറയാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എനിക്ക് ഭയങ്കര എഫക്റ്റ് ആവും. ഞാൻ പറയാം, അടിപൊളി ഒരു സോങ്ങിന് പറ്റിയ സൈറ്റ്, മഞ്ഞും ആ ടീ ഫാക്ടറിയും ഫുള്ള് പച്ചപ്പും, അടിപൊളിയാന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതൊരു വേലി വെച്ച് മറിച്ചുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്കും ആസ്വദിക്കാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫീൽ ചെയ്യുന്ന യാത്രകളാണ് കൂടുതലിഷ്ടം. ഫീലിങ്സ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായല്ലോ? ദേ അജമയും മോനും നേരെ പൈൻ ഫോറസ്റ്റിലേക്കാണ് വെച്ച് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൈൻ ഫോറസ്റ്റ് പോയി കണ്ടു വന്നാലോ? അവിടെ നിന്നുണ്ട് കുറേ ഷൂട്ടിങ്. നിങ്ങൾക്ക് എന്തായാലും കണ്ടു മടുക്കും മക്കളെ, കണ്ടു മടുക്കും. കണ്ടോ, ക്യാമറമാൻ ഇറങ്ങിയിട്ടുണ്ട്, രഞ്ജുവേട്ടൻ. ക്യാമറ പോസിങ്കാരൻ ഇറങ്ങിയിട്ടുണ്ട്, അതും വേറൊരു രഞ്ജുവേട്ടൻ. എന്ത് ചെയ്യാനാണ്, നമ്മളെന്നും വീഡിയോ എടുത്ത് തരാനും ഫോട്ടോ എടുത്ത് തരാനോ ആളില്ലാണ്ടായി. രണ്ടാളിയന്മാരും കൂടി അവിടെ കിടന്ന് പ്രദർശനം കാണിക്കണേ. ഞാൻ അമ്മയുടെയും ആശയുടെ ഒപ്പം ഞാൻ നേരെ അവരെ പിന്നാലെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന സീനറിയും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഞാൻ അവരുടെ പിന്നാലെ പോയി. അങ്ങനെ ഇവിടുത്തെ ഞങ്ങൾ പ്രദർശനമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഫുഡ് കഴിക്കാനാണ്. വിശന്ന് കുടല് കരഞ്ഞിരുന്നു. ഇത് ഷൂട്ട് ചെയ്തപ്പോൾ ഏട്ടൻ പറഞ്ഞു, ഇതെങ്ങാനും നീ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ, ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഞാനിങ്ങനെയാണെന്നേ, ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു പോവും. അത് മനുഷ്യനല്ലേ, സഹജമല്ലേ. നിങ്ങളങ്ങനെയല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ അങ്ങനെ. ഇനി നമ്മുടെ ബോട്ടിങ് യാത്രയാണ്. ഇതിലും കുറച്ച് വോയിസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് നൈസായിട്ട് കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഇത് കഴിഞ്ഞ് കയറി വന്നപ്പോൾ എൻ്റെ പൊന്നു മക്കളെ എല്ലാവരും ഹാപ്പിയായിരുന്നു. എക്സ്പെഷ്യലി എൻ്റെ അമ്മ ഭയങ്കര ഹാപ്പിയായിരുന്നു, മക്കൾ അതിലേറെ ഹാപ്പി. അളിയന്മാർ പിന്നെ വീഡിയോ എടുപ്പും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോസും കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യലും അങ്ങനെ ബിസി. അവരുടെ ലൈഫ് എപ്പോഴും ബിസിയാണല്ലോ, നടക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിനിടയിലും ഒരു പാട്ട് കയറ്റി തരാം. അപ്പോഴാണ് ഈ സീനൊക്കെ പക്കയായിട്ട് നിങ്ങൾക്ക് കാണാനുള്ള ഒരു കുളിർമ തരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിച്ചു പൊളിച്ചു. കൊറേ കാലത്തൊരാള്. അളിയാ എങ്ങനെയുണ്ടായിരുന്നു? പൊളി വൈബ്. ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് ഇവരൊക്കെ ധൈര്യത്തിലാണ്. തുളച്ചില്ലാമൻ. അങ്ങനെ എല്ലാവരുടെ അടുത്തു നിന്ന് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഇനി വീഡിയോസും ഫോട്ടോസും എടുക്കാനുള്ള സെക്ഷനിലേക്ക് നമ്മൾ തിരിഞ്ഞു കേട്ടോ. കണ്ടോ, അടിപൊളി പിക്ചറൈസേഷനൊക്കെ നമുക്ക് ആ ഭാഗത്ത് കിട്ടും. നല്ല അടിപൊളി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ക്യാപ്ചർ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെ പോയാൽ മതി അല്ലേ. കുട്ടികളുണ്ടോ മണ്ണിൽ കിടന്ന് വാരി വെതറി, അത് അവരെ എൻജോയ് ചെയ്യട്ടെ. ഈ ഭാഗത്തൊക്കെ ഞാൻ ഏട്ടനെക്കൊണ്ട് പാടിപ്പിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ BGM ഒക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതൊന്നും എനിക്ക് പണിഷബിൾ ആവോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചത്. നല്ല സീനറിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോഴും ഫീൽ ചെയ്യുന്നത് നല്ല പാട്ടോടു കൂടി കാണുമ്പോഴാണ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പാട്ട് അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇട്ട് നോക്കിയത്. പക്ഷേ എനിക്കെന്താ വാണിയും കിട്ടി. അതുകൊണ്ട്
ഞാൻ എൻ്റെ കെട്ടിനെ കൊണ്ട് കുത്തിയിരുന്ന് പാട്ട് പഠിപ്പിച്ചു. വേറെ വഴിയില്ല. അതിൽ വേറെ മ്യൂസിക്കോ കാര്യങ്ങളോ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും അത് ആക്സെപ്റ്റബിളായി തോന്നില്ല, കണ്ടിരിക്കാൻ തോന്നില്ല. ഇതിപ്പോൾ ഒരാൾ പാടുന്ന കേൾക്കുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് 2 സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യില്ലേ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കെട്ടിനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഞങ്ങളും ഇതേപോലെ തന്നെ ഓരോ യാത്രകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളും തിരക്കിൽ തന്നെയാണ്. ഓരോ യാത്രകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അതുവരേക്കും എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. ഞാനിവിടെ തന്നെയൊക്കെ ഉണ്ട്. എൻ്റെ മടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഞാൻ നിങ്ങളിലേക്ക് ഉടനെ തന്നെ തിരിച്ചു വരുന്നതാണ്. അങ്ങനെ എല്ലാവരുടെയും പ്രവേശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വന്ന് പെട്ടിയും പാക്ക് ചെയ്ത് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബായ്, ടേക്ക് കെയർ ആൾ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.